കോവിഡിന് ശേഷം ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. പക്ഷെ അത് അതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളത് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു 4 ലക്ഷത്തിനടുത്ത് കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലങ്ങളിൽ. അപ്പം കോവിഡിന് ശേഷം തന്നെ ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്, ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈല് മോഡിഫിക്കേഷൻസ്, ഡയറ്റ്, ഫിറ്റ്നസ്, അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ, എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്ക് തന്നെ ഒരു റിസർച്ച് ചെയ്ത പോലെ ഉണ്ട്. അതിനകത്ത് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാകുന്നുണ്ട് പല ആളുകളുടെയും മുടി കൊഴിച്ചിൽ കൂടിയിട്ടുണ്ട്, ടെൻഷൻ, ആങ്സൈറ്റി കൂടിയിട്ടുണ്ട്, രാത്രി കിടന്നാൽ ഉറക്കം ക്ലിയർ ആകുന്നില്ല, ഡിപ്രഷൻ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നടക്കാത്ത കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞാൽ ആലോചിക്കുന്നുള്ള രീതികൾ വരുന്നുണ്ട്, സ്കിൻ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, വാദപ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്കുകൾ, ബ്ലോക്കുകൾ വല്ലാതെ കൂടിയിട്ടുണ്ട്, ഷുഗർ അത്രയും നാളും കൺട്രോളിൽ നിൽക്കേണ്ട ആൾക്കാരുടെ ഷുഗറൊക്കെ കൺട്രോൾ ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കുറേ പ്രശ്നങ്ങളാണ്. അതായത് സ്കിന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നതാണ്. അസിഡിറ്റി പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അറിയേണ്ടത് കോവിഡ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല, പക്ഷേ ഇതൊരു വൈറൽ അറ്റാക്കാണ്. ഈ വൈറൽ അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡിയോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഈ വൈറസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ പാരമ്പര്യത്തിലുള്ള വീക്ക് ഏരിയ ഏതാണോ, ചിലരുടേത് സ്കിന്നായിരിക്കും, ചിലരുടേത് തൈറോയ്ഡ് പ്രശ്നമായിരിക്കും, ചിലരുടെ അസിഡിറ്റി റിലേറ്റഡ് ആയിരിക്കും, ചിലർക്ക് വാദപ്രശ്നങ്ങളായിരിക്കും, ഇതിൽ പലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന ആ വീക്ക് ഏരിയ ആയിരിക്കും ഇമ്മ്യൂണിറ്റി ഈ വൈറസിനെതിരെ ഫൈറ്റ് ചെയ്യുമ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ വീക്ക് ഏരിയ ഡാമേജ് വരികയും അന്ന് തൊട്ട് ഇവർക്ക് ആ പ്രശ്നങ്ങൾ ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ആയുഷ്കാലം മുഴുവനും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം വൈറൽ ലോഡാണ് കുറയേണ്ടത്. അല്ലാതെ ഒരു തവണ കോവിഡ് വന്നു പോയി നമുക്ക് വലിയ കുഴപ്പമില്ല, പനി വന്നു പോയി ഒന്നുമല്ല. ആ ബോഡി റിക്കവർ ആക്കി എടുത്തില്ലെങ്കിൽ ആ ബോഡിയിൽ ഈ വൈറസ് ഇങ്ങനെ കടന്ന് ആ വൈറസിനെതിരെ ഇമ്മ്യൂണിറ്റി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഓരോ ഓർഗനും ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് തടഞ്ഞു നിർത്തിയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തൈറോയിഡൈറ്റിസ് ആയിരിക്കും, പിന്നെ ലൈക്കൻ പ്ലാനസ്, മുഖമൊക്കെ ഇരുണ്ട് വരും, പിന്നെ വെള്ളപ്പാണ്ടുകൾ വരും, പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരും. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഡാമേജ് വരുന്നത്. അതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതാണ്. പക്ഷേ കോവിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറസ് ഒരു കാരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഫർദർ ഡാമേജ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ.